ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രം കോടിക്കണക്കിന് ഭക്തരുടെ സങ്കേതവും പ്രാർത്ഥനകളും കേൾക്കുന്ന ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധി. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാകില്ല. ഈ പുണ്യക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹമാണ് ഗുരുവായൂരിലേത് എന്നാണ് സങ്കല്പം. പ്രളയത്തിൽ ദ്വാരക മുങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപ് കൃഷ്ണൻ ഈ പവിത്രമായ വിഗ്രഹം തൻ്റെ ശിഷ്യനായ ഉദ്ധവരോട് സുരക്ഷിതമായി മാറ്റിസ്ഥാപിക്കാനായി ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഗുരുവായൂരിലേക്ക് വരുന്നത്. ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഈ വിഗ്രഹം വഹിച്ച് അനുയോജ്യമായ സ്ഥലം തേടി യാത്ര തിരിച്ചു. അവർ ദക്ഷിണ ഭാരതത്തിലെ മനോഹരമായ ഒരു തടാകക്കരയിൽ എത്തിച്ചേർന്നു. ആ തടാകക്കരയിൽ ശിവഭഗവാനും പാർവതീദേവിയും തപസ് ചെയ്യുകയായിരുന്നു. ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇതാണെന്ന് പരമശിവൻ അരുളി ചെയ്തു. ശിവൻ പിന്നീട് തൊട്ടടുത്തുള്ള മമ്മിയൂരിലേക്ക് മാറിയിരിക്കുകയും അവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനാൽ ഈ പ്രദേശം ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് അത് ഗുരുവായൂരായി. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന് ദിവസവും നടക്കുന്ന നിർമാല്യ ദർശനവും ചുറ്റുമതിലെ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുന്ന ദീപാരാധനയും വൈകുന്നേരങ്ങളിലെ കാഴ്ചശീവേലി, ആനക്കോട്ട, കലാരൂപമായ കൃഷ്ണനാട്ടം എന്നിവയെല്ലാം ഗുരുവായൂരിൻ്റെ മാത്രം സവിശേഷതകളാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചെത്തുന്ന ഏത് ഭക്തൻ്റെയും മനസ്സിന് ശാന്തി നൽകുന്ന ഇടം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.